السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. ഏറ്റവും ബഹുമാനം ആദരവുകൾ നിറഞ്ഞ ഉസ്താദന്മാർ, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടി നാട്ടിൽ നല്ലവരിൽ നല്ലവരായ മുത്തുമുഅ്മിനീങ്ങൾ, ഈ മഹത്തായ വേദിയിൽ ഹുസ്നുൽ ഖൽഖ് എന്ന അതിമഹത്തായ വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തുണക്കട്ടെ, ആമീൻ. പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനായ മനുഷ്യനെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ് സ്വഭാവം എന്നുള്ളത്. ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അയാൾ ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയായിരിക്കും. ഇത് വെച്ച് നോക്കുമ്പോൾ ഈ ലോകത്ത് തന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയേ, അങ്ങ് വണ്ണമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. عن سهل بن معاذ رضي الله عنه أن رسول الله صلى الله عليه وسلم قال من كظم غيظا وهو قادر على أن ينفذه. പ്രതികാര നടപടിക്ക് കടിയുണ്ടായിരിക്കെ ഒരാൾ കോപത്തെ അടക്കി നിർത്തിയാൽ അല്ലാഹു അസ്സ വജല്ല അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ സൃഷ്ടികളെ കൂട്ടത്തിൽ നിന്ന് ചിലരെ അല്ലാഹു വിളിക്കും. ഹത്താ യുഗയ്യിറഹുല്ലാഹു മിൻ ഹൂറിൽ ഐനി മാഷാ. സുബ്ഹാനല്ലാഹ്, സ്വർഗീയ ഹൂറുൽ ഐനുകളിൽ നിന്ന് വേണ്ടവർ തിരഞ്ഞെടുക്കാൻ, ഇഷ്ടമുള്ളവർ തിരഞ്ഞെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. എന്നാൽ പറയട്ടെ, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയുള്ളവരോടൊപ്പമാണ്. അതല്ലേ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ ഒരാൾ വന്ന് പറയുന്നു, നബിയേ ഔസിനി, എനിക്കൊരു ഉപദേശം പറഞ്ഞു തരണം. ആ സമയത്ത് മുത്തായ തങ്ങൾ പറഞ്ഞത്, ലാ തഗ്ളബ്, നീ ഒരിക്കലും കോപപ്പെടാൻ പാടില്ല. അതേ മനുഷ്യൻ വീണ്ടും വന്ന് ചോദിക്കുകയാണ്, ഫറദ്ദദ മിറാറ, ഇനി ഒരു പ്രാവശ്യം പറഞ്ഞു തരണം നബിയേ, ഒരു ഉപദേശം പറഞ്ഞു തരണമെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് തങ്ങൾ വീണ്ടും പറഞ്ഞത്, ലാ തഗ്ളബ്, നീ ഒരിക്കലും കോപപ്പെടാൻ പാടില്ല. അതല്ലേ ഇമാമുന ബൂസൂരി തങ്ങള് അവിടുത്തെ ഖസീദത്തുൽ ബുറൂദയിൽ പാടിയത്, ഫഖൻ നബിയന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാരുഹു ഫീ ഇൽമി വലാ കറമി. നബിയെ, അങ്ങ് വണ്ണമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അങ്ങേക്കാൾ മുമ്പ് വന്ന എല്ലാ അംബിയ മുർസലിങ്ങളെക്കാളും അവിടുത്തെ സ്വഭാവം ഉത്തമമാണ് നബിയേ. അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമി ലോകത്തെ ഇറക്കിയത് തന്നെ അവനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലേ. അതല്ലേ പരിശുദ്ധമായ ഖുർആനിന്റെ വചനം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.